എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റിലൊക്കെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ബോക്സിന് പുറത്ത് ഓപ്പൺ ചെയ്ത് 22,923 നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണണം. എങ്കിൽ ഈ ആരോ ഇന്ന് വരച്ചതാണോ ഇന്നലെ വരച്ചതാണോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്, അവിടെയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 22,138 പോകുമെന്ന് പറഞ്ഞത്. മാർക്കറ്റ് 22,129-38 വരെ കറക്റ്റായിട്ട് മാർക്കറ്റ് റൈഡ് ചെയ്ത് പോയിട്ട് പിന്നെ നല്ല രീതിയിലൊരു ഫാള് വന്ന് എവിടെയാണോ ബ്രേക്ക് ആയത് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള വ്യൂ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ വ്യൂ നിങ്ങൾക്ക് നേരത്തെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു സെപ്പറേറ്റ് ടെലിഗ്രാം ചാനലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പേ ഈ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ചാനലിലേക്കൊന്ന് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ചാനലിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മന്തിൽ ആ ഒരു ചാനലിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുതിയ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണം, കാരണം ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 29-ാം തീയതി ബുധനാഴ്ചയാണ് രാവിലെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം 23,013 അപ്പർ ലെവലും അതിൻ്റെ ലോവർ ലെവലെന്ന് പറഞ്ഞാൽ 22,923 അതാണ് ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്നുള്ളത്. അപ്പോൾ ആ ഡൗൺ സൈഡിലെ സോൺ ബ്രേക്ക് ചെയ്ത് 22,897 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അത് 22 ഏകദേശം 865 കൺസോൾട്ടേഷൻ സോണുണ്ട്. അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് 22,807 വരാം. അവിടെ നിന്ന് ഫാളായാലാണ് മാർക്കറ്റ് 22,750 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടുതലൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതേപോലെ തന്നെ 23,013 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23,045, 23,078 അവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ വല്ല ബ്രേക്കൗട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 23,213 ഇട്ട് പോകുള്ളൂ. അതും 23,078 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാലാണ് പ്രീവിയസ് ഡേ ഹൈയും അതും ബ്രേക്ക് ചെയ്താൽ 23,213 മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്ന RSI. അത് 50% റീകർവ് ആയിക്കഴിഞ്ഞാൽ മുകളിലോട്ട് തന്നെ പോകും. ഇല്ലെങ്കിൽ മാർക്കറ്റ് അഗെയിൻ ഡൗണിലേക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 22,900 CE നമുക്ക് സെലക്ട് ചെയ്യാം. 121 മേജർ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റിങ്ങിലേക്ക് പോകും. 121 162 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 194, 230, 259, 315, 340, 384 ടാർഗറ്റ് പ്രൈസുകൾ.
അതേപോലെ പിയിലാണെങ്കിൽ 107-ന് 83-നും താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത് 227 കൺസോൾട്ടേഷൻ ഉണ്ട്. പിന്നെ 246, 269, 304, 311ഒക്കെയാണ് പിയുടെ ടാർഗറ്റ് ലെവലുകൾ. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്നൊന്ന് പെട്ടെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ പറഞ്ഞ കറക്റ്റ് ടാർഗറ്റ്, അതായത് റെക്ടാങ്കിൾ ബോക്സിന് പൊക്കത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായി മുകളിലോട്ട് പോയത്. കറക്റ്റ് വ്യൂ ആയിരുന്നു. നമ്മൾ ഈ ഒരു ബോക്സിന് താഴത്തോട്ടോ അല്ലെങ്കിൽ ബോക്സിൽ വന്നാൽ കൺസോൾട്ടേഷനോ ബോക്സിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് മാർക്കറ്റ്. നേരത്തെ എന്ന് പറഞ്ഞാൽ അപ്പും ഡൗണും നമുക്ക് ഈസി ആയിട്ട് പറയുന്ന കാരണം എങ്ങോട്ട് വേണമെങ്കിലും പോകായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളൊരു സോണൊക്കെ വരച്ചു വെച്ചിട്ട് ചെയ്യുന്ന കാരണം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 48,746 ലോവർ ലെവലും 49,024 അപ്പർ ലെവലുമാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ലോവർ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 48,545 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അവിടെ നിന്നും പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ആയാൽ 48,343, 48,251, 48,142 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. അത് നേരെ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് അല്ലെങ്കിൽ 48,808 സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്താൽ മാർക്കറ്റ് 49,102, 49,210 അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് മൂവ് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 49,581 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പോൾ അതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ക്വിക്കായിട്ടുള്ള ഒരു വ്യൂ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നെക്സ്റ്റ് വീക്കാണ് നോക്കുന്നത്, നെക്സ്റ്റ് മന്താണ് നോക്കുന്നത്. നമ്മൾ കറണ്ട് മന്ത് അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ചിട്ട് മാർക്കറ്റ് എവിടം വരെയൊക്കെ പോയിട്ടുണ്ട്. 1300-ൽ നിന്ന് 1767 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടാണ് ഫാൾ ആയിരിക്കുന്നത്. അപ്പോൾ 1535 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഫസ്റ്റ് സപ്പോർട്ട് 1454, സെക്കൻഡ് സപ്പോർട്ട് 1392, തേർഡ് സപ്പോർട്ട് 1204 1535 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ എഗെയിൻ ഒരു ടാർഗറ്റ് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 1704, 1767, 1838, 2177, അതിനിടയ്ക്ക് 1990, 909 ഉണ്ട്. അപ്പോൾ 1990 ഒരു മേജർ കൺസോൾട്ടേഷൻ സോണാണ്. അവിടെയും ബ്രേക്ക് ചെയ്താലാണ് 2177 മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. പിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 49,000 പി ആണ്. ഒരു നല്ല സപ്പോർട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. 282-ന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോവുള്ളൂ. അല്ലാത്ത പക്ഷം 533, 667, 894, 996, 1051ഒക്കെയാണ് ടാർഗറ്റ്. മാക്സിമം 1171 നിൽക്കുന്ന ചാർട്ട് പ്രകാരം. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാനോ നമ്മുടെ വ്യൂ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിലേക്കോ ലൈവ് ഗ്രൂപ്പിലേക്കോ അതേപോലെ തന്നെ ചാർട്ട് റീഡിങ് പഠിക്കുന്ന ഗ്രൂപ്പിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.